ഇരുഭാഗങ്ങളിലുമുള്ള സർവീസ് റോഡുകൾ വൺ വേ ആണോ ടു വേ ആണോ എന്നതിനെ ചൊല്ലി വാഹനം ഓടിക്കുന്നവർ തമ്മിൽ സംഘർഷം പോലും ഉണ്ടാവുന്നത് പതിവാണ്. ഈ സാഹചര്യത്തിലാണ് സർവീസ് റോഡുകൾ ടു വേ പാതകളാണെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വിവരാവകാശ അപേക്ഷയുടെ മറുപടിയിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പലയിടങ്ങളിലും വാഹനയാത്രികർ വൺ വേ ആണെന്ന തരത്തിൽ റോഡ് മുഴുവനായി ഉപയോഗിച്ച് യാത്ര ചെയ്യുകയും എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഏറെ പണിപ്പെട്ട് ഫുട്പാത്തിലൂടെയും മറ്റും വാഹനം ഓടിക്കുകയാണ് നിലവിൽ. കുമ്പള റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണ് ഈ ബ്രിഡ്ജ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ ഈ ബ്രിഡ്ജ് വന്നത് മുതൽ നിരവധി അപകടങ്ങളാണ് നടന്നത്. കാരണം ഇതിന്റെ ശരിയായ രീതിയിലുള്ള മാർക്കും കാര്യങ്ങളോ ഈ അടുത്ത സമയത്താണ് വന്നത്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഇന്നലെ അറിയാൻ കഴിഞ്ഞു ഈ സർവീസ് റോഡുകൾ ടു വേ ആക്കിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷെ അതിനുള്ള നീളമോ വീതിയോ ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കുമ്പള റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുമ്പിലാണ് ഈ സംഭവം ഉള്ളത്. പക്ഷെ അതിനുള്ള സൗകര്യം എന്തായാലും ഇവിടെ ഇല്ല. ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതിനിടയിൽ ഹൈവേ പോലീസിന്റെ ചെക്കിങ്ങും കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അധികാരികൾ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. ദേശീയപാത നിർമ്മാണത്തിന് മുൻപ് പ്രാദേശിക യാത്രകൾക്ക് ഉപയോഗിച്ചിരുന്ന റോഡിന് പലയിടത്തും 8-9 മീറ്റർ വീതിയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള സർവീസ് റോഡുകൾക്ക് 6.5 മീറ്റർ മാത്രമാണ് വീതി. ചിലയിടങ്ങളിൽ അതുപോലുമില്ല. ചെറിയ ദൂരം മാത്രം ഓടുന്ന മിനി ലോറികളും ബസ്സുകളും മറ്റ് വാഹനങ്ങളും മാത്രമാണ് ഇപ്പോൾ സർവീസ് റോഡ് ഉപയോഗിക്കുന്നത്. വലിയൊരു വിഭാഗം ഓട്ടോറിക്ഷകളും ബൈക്കുകളും ദേശീയപാതയിലൂടെ പോകുമ്പോഴും സർവീസ് റോഡുകളിൽ പലയിടങ്ങളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ ട്രാക്ടർ, ഓട്ടോ, ബൈക്ക് തുടങ്ങിയവയെല്ലാം സർവീസ് റോഡിലൂടെ മാത്രം പോകേണ്ടി വരുമ്പോൾ കുരുക്ക് കൂടുതൽ രൂക്ഷമാവും. വീതി കുറഞ്ഞ സർവീസ് റോഡുകൾ അപകടങ്ങൾ വിളിച്ചോതുകയാണെന്ന് നാട്ടുകാർ. മുംബൈയിൽ അങ്ങോട്ട് പോയി ഇപ്പൊ എന്ന് പറഞ്ഞാൽ നടുവിൽ ഒരു സെന്റർ മാർക്കായിട്ടുണ്ട്. അപ്പൊ വരാൻ പോവാ, അതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. ഈ ഓട്ടോ പറഞ്ഞത് അതാ ഇങ്ങനെ പോകുന്നത്, അങ്ങനെ ഇങ്ങോട്ട് വണ്ടി വരുന്നുണ്ട്. പെട്ടെന്ന് ഫാസ്റ്റ് ആയി പോയാൽ ഭയങ്കര പ്രശ്നമാവും. ഈ ഓട്ടോ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇപ്പൊ അങ്ങനെ വരുന്ന ഫാസ്റ്റ് ആയിരിക്കും വരുന്നത് ഈ സ്ട്രൈറ്റ് പോകുന്നത്. ദേശീയപാതയുടെ വീതി 65 മീറ്റർ എന്നത് കേരളത്തിൽ 45 മീറ്റർ ആക്കിയത് ഏറ്റവും അധികം ബാധിച്ചത് സർവീസ് റോഡിന്റെ വീതിയെയാണ്. 40 km/h എന്നതാണ് സർവീസ് റോഡിൽ വാഹനങ്ങളുടെ സ്പീഡ്. ഇവ പാലിക്കുന്ന പക്ഷം യാത്ര സുഗമമാകുമെന്നതാണ് യാഥാർത്ഥ്യം.